അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഗോൾവേയിലാണ്. ഗോൾവേയിൽ സോൾട്ട് ഹിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. ഞാനിവിടെ ഇപ്പം 3 വർഷം ഉണ്ടായിരുന്നെങ്കിലും ഞാനിതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഗോൾവേ. എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അധികം. വസ്തുമതിക്കുട്ടിയുടെ കൂടെയാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ പോയി നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് പറയുന്നു. അപ്പം നമുക്ക് പോയിട്ട് കാണാം എന്തൊക്കെയാണ് അവിടെ സംഭവങ്ങൾ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഗോൾവേയിൽ അറ്റ്ലാന്റ് അക്വേറിയയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മളവിടെ എത്തിയേക്കുവാണ്. ഇതാണ് അക്വേറിയം, ഗോൾവേ അറ്റ്ലാന്റ് അക്വേറിയം. നല്ല ഭംഗിയാണ്, ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഇതിങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഇതൊക്കെ കണ്ടോ, ഇതൊരു സീ ഫിഷ് ആണ്, ഒരു പ്രത്യേക തരം. നല്ല ബ്യൂട്ടി ഉണ്ട്. ഇതൊരു സക്കർ ഫിഷ് ആണ് കേട്ടോ. ഇത് നമ്മൾ അക്വേറിയത്തിലൊക്കെ നമ്മളിങ്ങനെ അക്വേറിയം ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കത്തില്ലേ, സക്കർ ഫിഷ്. അതുകൊണ്ട് സുരിത ഇങ്ങനെ സക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഒരു സക്കർ ഫിഷ് സക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? ഇത് കണ്ടോ, എന്താ സ്മൃതി ഈ ഫിഷിന്റെ പേര്? ഈ ഫിഷിന്റെ പേര് ഗ്രേ ഗർനാഡ്. ഈ ഫിഷിന്റെ പേരാണ് കോംപ്ലിക്കേറ്റഡ് ഫിഷ് ആണ്. ഓ ഗൈസ്, ഇത് നോക്കൂ, ഒരാള് സൈഡിൽ ഒതുങ്ങിയിരിക്കുന്നു. അത് ബ്യൂട്ടിയായി. അക്വേറിയം അതിന്റെ എയറേഷൻ ഒക്കെ കണ്ടോ, നല്ല പ്രോപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ഇതാണ് ആ ത്രോൺവേ റേ ഫിഷ് കേട്ടോ. പിന്നെ സ്പോട്ടഡ് റേ ഫിഷും ഉണ്ട്. അതാണ് ഇതായി വരുന്നത് സ്പോട്ടഡ് റേ ഫിഷ്. പിന്നെ ഇതാ ആ കിടക്കുന്നുണ്ടോ, അതും ഒരു റേ ഫിഷാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെയും കാണാൻ. എല്ലാം കൊള്ളാം, നല്ല രസമാണ്. ഇതാണ് ലോബ്സ്റ്റർ, കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇതാണ് ബ്ലൂ കളറിൽ കാണുന്ന ലോബ്സ്റ്റർ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. അനങ്ങാതെ അവിടെ കിടക്കും, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ എളുപ്പം. കാർട്ടൂണൊക്കെ ഇഷ്ടമുള്ളവരല്ലേ നിങ്ങൾ? അപ്പോൾ അതിനകത്ത് കാണുന്ന ഒരു നെമോ ഫിഷിനെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോണേ. ഇതാ കണ്ടോ, ഇതാണ് ആ ബ്ലൂ കളർ നെമോ ഫിഷ്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അതിൻ്റെ കൂടെ കണ്ടോ ഒരു ചെറിയ ഫിഷിനെ കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ആ ഫിഷിൻ്റെ പേരാണ് ക്ലോൺ ഫിഷ്. നമ്മുടെ കടൽ കുതിരയെ കാണണോ, സീ ഹോഴ്സ്. ഇതാ കണ്ടോ എത്ര എണ്ണമാണെന്ന് നോക്കി, 3 എണ്ണം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതാ 1 എണ്ണം, ഇത് അതിൻ്റെ കൂടെ നീണ്ടേണ്ട ഒരെണ്ണം കൂടെ ഉണ്ട്. നല്ല ഭംഗിയാട്ടോ ഇതിനെ കാണാൻ, നല്ല ക്യൂട്ടാ. കണ്ടോ, നല്ല ഭംഗിയില്ലേ? 3 എണ്ണം ഉണ്ടായിരുന്നു ഇതിനകത്ത്. നമ്മുടെ ഈ വോളിൽ കണ്ടോ, ഈ വോളിൽ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നതിന് പറയുന്ന പേരാണ് ടോപ്പ് നോട്ട് എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട്. ഇങ്ങനെ ഒട്ടിക്കിടക്കുമ്പോൾ അറിയത്തില്ല ആ വോളിൽ. പിന്നെ അതിൻ്റെ ഇപ്പുറം കുറേ മീനുകളുണ്ടായിരുന്നു, കുറച്ച് വലിയ ടൈപ്പ് മീനുകളാട്ടോ, ഒരു മീഡിയം സൈസ് മീനുകൾ. പിന്നെ അങ്ങോട്ടേക്ക് മാറിക്കഴിയുമ്പം അവിടെയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണാമായിരുന്നു. നല്ല ഒരു സീനറി ആട്ടോ, നല്ല ഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കുട്ടികൾക്കായിരിക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നത്, അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഈ മീനൊക്കെ കാണുമ്പോൾ. അപ്പം അങ്ങനെ കുറേ ഇങ്ങനെ അക്വേറിയത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. ഈ പിരാന മീനിനെ കാണണോ, പിരാന, അതാണിത്. ഈ മീനിൻ്റെ ഒരു പടം തന്നെ ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? ഞാൻ പണ്ട് കണ്ട് പേടിച്ചിരുന്നത്. നല്ല ഒരു ഫിലിമായിരുന്നത്. അത് കണ്ടപ്പോൾ മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മീനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. ഏതായാലും ഇവിടെ വന്നതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റി. നമ്മുടെ എല്ല് കഷ്ണം വരെ അത് തിന്നുമെന്നാണ് പറയുന്നത് കേട്ടോ. കഴിക്കുമ്പോൾ മാത്രമല്ലേ നമ്മൾ മീനിൻ്റെ അസ്ഥികൂടം കാണുന്നത്, എന്നാൽ ഇവരത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിക്കാം. ഇതാണ് ഡോൾഫിൻ്റെ, വൈറ്റ് സൈഡ് ഡോൾഫിൻ്റെ സ്കെൽറ്റൻ. എങ്ങനെയുണ്ട് ഇത്, കൊള്ളാവോ? എന്ത് നീളമുണ്ടെന്ന് നോക്കി, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പം ഇങ്ങനെ ഇതുപോലെ തന്നെ പല മീനുകൾ, പല വെറൈറ്റി ഓഫ് മീനുകളെ നമുക്ക് കാണാം. നല്ലൊരു, ഇപ്പോൾ ഒരു റിവറിലാണെങ്കിലും സീയിലാണെങ്കിലും എങ്ങനെയാണോ അത് കിടക്കുന്ന ആ ഒരു ആംബിയൻസിലാണ് കേട്ടോ അവരിത് ഇവിടെ കണ്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല രീതിയിലാണ് അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൊക്കും അതുപോലെ എല്ലാം നോക്കിയിരിക്കുന്ന രീതിയിലും എല്ലാം. പിന്നെ അതാ ഇത് കണ്ടോ,
എനിക്ക് കാണിക്കാൻ പോകുന്നുണ്ട്. നല്ല ഉരുണ്ട മീനുകൾ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, നല്ല ഭംഗി, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ, നല്ല ഫാറ്റി ഉരുണ്ട്, നല്ല ഒരു ഫാറ്റി ഫിഷ് അതുപോലെ കേട്ടോ കാണാൻ, നല്ല ഉരുണ്ട് ഫാറ്റി ആയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. വൗ! നല്ല ഭംഗിയുണ്ട് കാണാൻ.